പൊന്മാൻ സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൊന്മാൻ സിനിമ കൊണ്ട് നല്ല സിനിമ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല സിനിമയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടാതെ അതിനെങ്ങനെ തരണം ചെയ്യാം. ഇപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരുമ്പോഴത്തേക്ക് നേരെ അങ്ങ് ആത്മഹത്യ ചെയ്യും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള സാധാരണ ആൾക്കാർ ജീവിക്കാൻ മടുത്തിട്ടല്ല, പക്ഷേ പ്രശ്നങ്ങളൊന്നും നേരിടാൻ പറ്റാത്താവുമ്പം ആത്മഹത്യ ചെയ്യണം. അതൊന്നും ചെയ്യരുത് എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഡയറക്ടറിൻ്റെ പേരാണ് ജ്യോതിഷ്, ഇതിൻ്റെ റൈറ്റർ പേരാണ് ഇന്ദു ഗോപൻ, പ്രൊഡ്യൂസറിൻ്റെ പേരാണ് വിനായക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റൈറ്ററും ഡയറക്ടറും വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ വരുമെന്ന്. ഒരിക്കലുമില്ല. ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഫിനാൻഷ്യലിയൊക്കെ ഇറക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല വിഷ്വൽ ബ്യൂട്ടിയൊക്കെ തരുന്നതാണ് ഡയറക്ടർ. പിന്നെ അതേ നല്ലൊരു കഥയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അതിൻ്റെ പേരാണ് റൈറ്റർ. ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് പോകാം. കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിലുണ്ട്, പിന്നെ അത് തന്നെ ലിജിമോളുണ്ട്, പിന്നെ ആനന്ദ്, പിന്നെ സജിൻ ഗോപ്, ദീപക്, ജയകുറുപ്പ്, പിന്നെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും. ഇതിൽ മെയിൻ കഥാപാത്രമാണ് പി അജേഷ്, പിന്നെ സ്റ്റെഫി, ബ്രൂണോ, പിന്നെ അമ്പാൻ. ഇവരിത്രയും പേരാണ് മെയിൻ കഥാപാത്രങ്ങൾ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൻ്റെ പേരാണ് പി അജേഷ്. പി അജേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ തന്നെ സ്വന്തമായിട്ട്, പുള്ളിക്കാരൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഈ സ്വർണ്ണങ്ങൾ കൊണ്ട് വിൽക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിച്ച് കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം നടക്കുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് ജ്വല്ലറിയിൽ വന്ന് എടുക്കാൻ പറ്റാത്ത കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചെറുക്കൻ്റെ വീട്ടുകാരടുത്ത് പറയും 25 പവൻ ഞങ്ങൾ എന്തായാലും ഇടുമെന്ന്. ആ കാലഘട്ടത്തിൽ എല്ലാവരും നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ കഴുത്തിൽ സ്വർണ്ണം മാത്രമാണ്. പെണ്ണിനെ ആരും നോക്കില്ല, പെണ്ണിൻ്റെ കഴുത്തിലെ സ്വർണ്ണം മാത്രം നോക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ വീട്ടിലുള്ള പെണ്ണ് കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെ വീട്ടിൽ 2 സഹോദരിമാരുണ്ട്. ഈ സ്വർണ്ണം കിട്ടിയിട്ടാണ് അവർക്ക് കൊടുക്കാൻ എന്നാണ് ഈ കഥയിൽ കാണിക്കുന്നത്. ഒട്ടുമിക്ക ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പി അജേഷായ ബേസിൽ കല്യാണത്തിന് മുന്നേ എന്ന് വെച്ചാൽ ഇവർ ജ്വല്ലറിയിൽ ചെന്ന് എല്ലാ ജ്വല്ലറി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. ഈ സ്വർണ്ണം മതി എന്ന്. അപ്പോഴത്തേക്കും ബേസിൽ വന്നിട്ട് ഈ സ്വർണ്ണം ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ച് കൊടുക്കുകയാണ്. മനസ്സിലായോ? മറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ തലേന്നും പിന്നെ അല്ലാതെയൊക്കെ വരുന്ന പെണ്ണ് വീട്ടുകാരാൻ പറയുമല്ലോ, നിങ്ങൾക്ക് തലേ ദിവസം വരുന്നവരുണ്ട്, കല്യാണത്തിന് വരുന്നവരുണ്ട്. അപ്പോൾ ഈ പൈസയൊക്കെ കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും പൈസ കറക്റ്റ് ആവും. മനസ്സിലായ? അതിലെന്തെങ്കിലും ഇളവോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പി അജേഷ് ഈ സ്വർണ്ണത്തിൻ്റെ ഒരു പകുതി കൊണ്ടുപോകും. ഇതാണ് സംഭവം. ഓക്കെ, അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പൈസ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും കല്യാണം നടക്കാൻ പോവുകയാണ്. കല്യാണം നടക്കുമ്പോഴത്തേക്കും എന്താ പറയുക, കല്യാണം നടന്ന് എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കഥാപാത്രമായ ബ്രൂണോയുടെ കഥാപാത്രം പറഞ്ഞാലേ മനസ്സിലാവും. ബ്രൂണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട സഖാവാണ് സംഭവം. പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ മാറ്റി വെച്ച ഒരാളാണ്. സാധാരണക്കാരൻ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നതാണ്. അപ്പോഴത്തേക്കും ബ്രൂണോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എടുത്തോളൂ, നമുക്ക് പാർട്ടിയിൽ നിന്ന് ഫണ്ടൊക്കെ വരും, വേറെ വിഷയമൊന്നുമില്ലെന്ന് പറയും. അടുത്ത് ദീപക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൂട്ടുകാരനാണ്. അപ്പോഴത്തേക്കും നേരെ ബേസിൽ വന്ന് പൈസ കൊടുത്തിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എനിക്ക് തിരിച്ച് തന്നേ പറ്റൂ, പൈസ യാതൊരു മാറ്റവും ഇല്ല, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിന് പൊന്ന് കൊണ്ടുപോകും. കാര്യം പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 പവനാണ് ബേസിൽ കൊണ്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് പൈസയ്ക്ക് പകരം അല്ലെങ്കിൽ ഞാൻ പൊന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ നായികയുടെ കല്യാണം നടക്കാൻ വേണ്ടി നായകനായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ നായിക കിട്ടാൻ വരുന്നത് വേറെ ആരുമല്ല, സജിൻ ഗോപുവാണ്. സജിൻ ഗോപു കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നു. സജിൻ ഗോപു കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം ആ സത്യം മനസ്സിലാക്കുന്നു. പൈസ എണ്ണുമ്പോഴത്തേക്കും പൈസ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ബേസിൽ എന്ത് ചെയ്യണം, ബേസിൽ 2-3 പവൻ സ്വർണ്ണം കൊണ്ടുപോയേ പറ്റൂ. കാര്യം പൈസയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കണക്ക് അവനെ ഏൽപ്പിക്കേണ്ടതാണ്. ഇവൻ്റെ പൈസയല്ല. ബേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വിശ്വാസത്തിൽ നിന്നും ആ സ്വർണ്ണക്കടയിൽ നിന്നും ബേസിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ബേസിൽ ഇത് കിട്ടില്ലെങ്കിൽ ബേസിൽ തിരിച്ച് കൊണ്ടുപോയേ പറ്റും. ബേസിൻ്റെ അവിടെ നിന്ന് വിളിയും വരുന്നത്. അങ്ങനെ ബേസിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും പറയണം, മക്കളെ ഇവളെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, ഇനി അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ, പ്ലീസ് മക്കളെ എന്ന് പറഞ്ഞ് ഈ അമ്മ കാലി പിടിച്ച് കരയുന്നതാണ്. നിനക്കൊരു മോനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൺവിൻസിങ് ആക്കാൻ നോക്കുകയാണ്. ബേസിൽ അന്നും ഒരു കൺവിൻസിങ് ആവുന്നില്ലെങ്കിൽ പോലും അപ്പോഴത്തേക്കും പാർട്ടിയിൽ അത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയ്ക്ക് പാർട്ടി എന്ന് പറയും, പാർട്ടിക്കാരെന്തെങ്കിലും തരും എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും പാർട്ടിക്കാരൊന്നും തരില്ല. പാർട്ടിക്കാരെന്ന് ഭയങ്കര ശോകമാണ്, പാർട്ടിയിലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ വഴി അടയുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാതാകുമ്പോഴത്തേക്ക് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മക്കളെ എന്തെങ്കിലും ചെയ്യണം, മക്കളെ പ്ലീസ് മക്കളെ പോവല്ലേ, എന്തെങ്കിലുമൊക്കെ മക്കളെ ഇവളെ ജീവിതമാണ് എന്ന് പറഞ്ഞ് ബേസിനെ കിടന്ന് അത്രത്തോളം കരയുമ്പോൾ ബേസിലാണെങ്കിൽ ശരി ഞാൻ ഒരു ദിവസം കൂടെ ക്ഷമിക്കാം. അപ്പോഴത്തേക്കും പറയാണ്, നായിക വന്നിട്ട് പറയാണ് നമ്മുടെ സജിൻ ഗോപു ഒന്ന് ഉറങ്ങട്ടെ, ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും എല്ലാം മാല ഊരി തരാമെന്ന്. അങ്ങനെ സജിൻ ഗോപും നായികയും ആദ്യ രാത്രിയിലേക്ക് അവർ റൂമിൽ കയറി കിടക്കുന്നു. ആ വെട്ടമണയുമ്പോൾ എന്ന് വെച്ചാൽ റൂമിലെ വെട്ടമണയുമ്പോഴത്തേക്കും ഈ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് വെച്ച് തരാമെന്ന് പറയുന്നു. അങ്ങനെ കടൽ തീരത്തിൽ വന്നിട്ട് ബേസിലും നായികയുടെ അനിയനായ ബ്രൂണോയും പിന്നെ നമ്മുടെ അടുത്ത 2-3 കൂട്ടുകാർ, മഞ്ഞ ഷർട്ടിട്ട പുള്ളിക്കാരുണ്ട്, ഇവരെല്ലാവരും കൂടെ ആയിട്ടിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ബേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കല്യാണ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സ്ഥിരം ഇതാണ്, ആൾക്കാർ ഇഷ്ടം പോലെ വിളിക്കും. ആൾക്കാരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബിരിയാണി ചെമ്പിലുള്ള എല്ലാ ആഹാരം കൊണ്ട് വേസ്റ്റ് ചെയ്ത് കടലിൽ ഒഴുക്കുന്നു. ഈ കടലിൽ ഒഴുക്കുമ്പോഴത്തേക്കും ഈ ബേസിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ഒരു ദിവസത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവൻ്റെ കണ്ണിലൂടെ എല്ലാവരും കാണിച്ചു കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ദിവസത്തെ ആഹാരത്തിനോട് ഇഷ്ടംപോലെ പേര് ഇപ്പോഴും കരയുന്നുണ്ട്, ഓടുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം വിഷമത്തിലാണ്. കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും, ഇപ്പോഴും നമ്മൾ റോഡിലോട്ട് പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും, ഒരു നേരത്തെ ആഹാരത്തിനോട് ഇഷ്ടംപോലെ പേര് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു വലിയ ചെമ്പിലാണ് കൊണ്ട് കളയുന്നത്. അങ്ങനെ ബേസിലും കൂട്ടുകാരെല്ലാം കൂടെ വെള്ളം അടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സഖാവായ ബ്രൂണോ പറയാണ്, കയറി ചൂടാവുകയാണ്, നിൻ്റെ പൊന്നല്ല, നിനക്ക് പൊന്ന് ഞാൻ തരൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി ചൂടാണ്. അങ്ങനെ ഇവരെല്ലാം ഉറങ്ങുമ്പോഴത്തേക്കും ബേസിന് ദേഷ്യം വരും. കാര്യം ബേസിന് ഒന്നാമത്തെ കാര്യം പൈസ കുറവുണ്ട്, പൊന്ന് കിട്ടിയേ പറ്റൂ. ഉടനെ ബേസിലാണെങ്കിൽ ഒരു ബിയർ കുപ്പി എടുത്തിട്ട് നേരെ ഇവരെ ആദ്യരാത്രിയായ റൂമിൽ ചെന്നിട്ട് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ബിയർ കുപ്പി കൊണ്ടുപോകുമ്പോഴത്തേക്കും നായികയുടെ അമ്മ വന്ന് നിൽക്കും, മോളെ ഒന്നും ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ നിസ്സഹായ അവസ്ഥ. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ മോളുടെ ആദ്യരാത്രിയിൽ പുറത്ത് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അണഞ്ഞിട്ട് ആരും വരാതിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്ന അമ്മയും പിന്നെ ബേസിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ബേസിൽ നേരെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇത് രാവിലെ ആകുമ്പോഴത്തേക്കും ബേസിൽ കണ്ണു തുറക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്ന് എന്ന് പറഞ്ഞ് ബേസിൽ നേരെ ഓടുകയാണ്. ഓടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നായികയില്ല, സജിൻ ഗോപു പറയല്ല, നായികയെ കെട്ടിയ സജിൻ ഗോപു കൊണ്ടുപോവുകയാണ്, വണ്ടിയിൽ കൊണ്ടുപോവുകയാണ് പുള്ളിക്കാരിയെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നാട്ടിലേക്ക് കൊണ്ടുപോയി. ആ നാടെന്ന് വെച്ചാൽ വൻ പെശക നാടാണ്. അപ്പോൾ ആ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ബേസിൽ ഓടിപ്പോകുമ്പോഴത്തേക്കും ബേസിൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്കും ആരോ കാറ്റൂരി വിട്ടേക്കാണ്, രണ്ട് ടയറും കാറ്റൂരി വിട്ടേക്കാണ്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നായികയുടെ സഹോദരൻ പറയാണ്, എടാ നീ കിടന്ന് പിടയ്ക്കാതെ, നീ കിടന്ന് വെപ്രാളപ്പെടാതെ, ഞങ്ങൾക്ക് തരാം നിൻ്റെ പൊന്ന്, 2 ദിവസത്തിനുള്ളിൽ തരാം, നിന്നെ പറ്റിക്കണമെന്ന് എനിക്കില്ല, 2 ദിവസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞെല്ലാം ശരിയാക്കി തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബേസിൽ പറയണം, നീയൊക്കെ മണ്ണ് വാരിട്ട എൻ്റെ പൊന്നിലാടാ, എൻ്റെ ചോറിലാടാ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബേസിലെടുത്ത് നീ പറയാണ്, എങ്ങനെയാണ് നീ പോയി വാങ്ങടാ. അപ്പോൾ ബേസിൽ പറഞ്ഞാൽ ഞാൻ വാങ്ങൂടാ എന്ന് പറഞ്ഞ് വളരെ വളരെ ദേഷ്യത്തിൽ നേരെ ബേസിൽ അങ്ങോട്ട് പോവുകയാണ്. ആ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെശക ഏരിയയാണ്. ആ ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കായലാണ്. ആ കായലിൽ അവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ പറ്റില്ല, കായലും വെള്ളവും കൂടെ ഉള്ള ഭയങ്കര ഡേഞ്ചർ ഏരിയയാണ്. നേരെ ബേസിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. ബേസിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ പെണ്ണുകാർ വീട്ടിൽ പോകുന്ന ഒരു സംഭവം ഉണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എല്ലാവരായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ നായികയ്ക്ക് പേടിയാണ്, വരൂ. അങ്ങനെ നായിക എല്ലാവരും കൂടെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ബേസിലൊന്ന് നോക്കി ചിരിക്കും, എന്താ മോളെ അങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കും നായികയ്ക്ക് പേടിയാവും, നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ. ഉടനെ നായികയുടെ അമ്മയും പിന്നെ അതുപോലെ തന്നെ ബ്രൂണോയും വരെയാണ്. അപ്പോഴത്തേക്കും പി അജേഷ് അടുത്ത് പറയാണ്, എടാ അവിടെ ഒന്ന് മനസ്സിലാക്കടാ പ്ലീസ്, ഇതൊന്ന് മനസ്സിലാക്കടാ എന്ന് അജേഷ് പറയാണ്. അജേഷ് എന്നിട്ടും ആ പെണ്ണിൻ്റെ ജീവിതം തകർക്കാതെ ഓടാ അങ്ങനെ ഓടാ എന്നൊക്കെ പറഞ്ഞിട്ട് പി അജേഷ് അവിടെ ഇവിടെ മാറി നിന്നതിന് ശേഷം അവിടെ നിന്നും പി അജേഷ് വെള്ളം അടിക്കുകയാണ്. വെള്ളം അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂമ്പ് കത്തണ വെള്ളം അടിയാണ്, അമ്മാതിരി വെള്ളം അടിച്ച് കഴിഞ്ഞതിന് ശേഷം പി അജേഷ് അടക്കാണ് കിണ്ടിയായിട്ട്. അപ്പോഴത്തേക്കും ഈ ബ്രൂണോയുടെ അമ്മ പറയാണ്, എടാ അവനെ നീ ഇവിടെ നിന്ന് കൊണ്ടുപോകണടാ, അല്ലെങ്കിൽ നീ അവനെ അങ്ങ് കൊന്നുകള എന്ന് തന്നെ പി അജേഷിനെ കൊല്ലാൻ വേണ്ടി ഈ നായികയുടെ അമ്മ ബ്രൂണോ അടുത്ത് പറയാണ്. അങ്ങനെ പി അജേഷ് നായികയുടെ വീട്ടിൽ വെള്ളം അടിച്ച് കിടക്കുമ്പോഴത്തേക്കും ബ്രൂണോ ഒരു കല്ലെടുത്ത് തലയ്ക്കടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. പക്ഷേ ബ്രൂണോയെ കൊണ്ട് പറ്റിയൊന്നുമില്ല. അങ്ങനെ ബ്രൂണോ കല്ല് തറയിടുന്നു. അതങ്ങനെ നേരം വിളിക്കുമ്പോഴത്തേക്കും സ്റ്റെഫി മോളെ ഇങ്ങ് വാ, സ്റ്റെഫി മോളെ എൻ്റെ പൊന്നായത് നിൻ്റെ കഴുത്തി കിടക്കണം, ഞാൻ ഈ പൊന്നും കൊണ്ടേ പോവുള്ളൂ. സ്റ്റെഫി മോൾ അപ്പം പറയാണ്, ഞാൻ തരില്ല, ഇതെൻ്റെ പൊന്നാ, നിൻ്റേത് ഞാൻ മേടിച്ചില്ലല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ അത്രത്തോളം വാശി വരെയാണ്. അപ്പോഴത്തേക്കും ബ്രൂണോ പറയാണ്, നീ വേണമെങ്കിൽ ബ്രൂണോ എടുത്ത് വാങ്ങും, പാർട്ടി തേങ്ങെന്ന് പറഞ്ഞ് കളിച്ച് കിടഞ്ഞ് ഒരു പെണ്ണുണ്ടെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രൂണോ പോയി ചത്തൂടെടാ എന്ന് പറഞ്ഞ് ബ്രൂണോ എടുത്ത് പറയാണ്. അങ്ങനെ ബ്രൂണോ വളരെ വിഷമത്തോടെ പോവുകയാണ്. ബേസിൽ പറയാണ്, ഞാൻ എൻ്റെ പൊന്നും കൊണ്ടല്ലാതെ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ബേസിലും ബ്രൂണോയും പോവുകയാണ്. അങ്ങനെ നായികയായ സ്റ്റെഫി മോൾ കട്ടയ്ക്ക് കലിപ്പിൽ നിൽക്കുകയാണ്, ഞാൻ പൊന്ന് കൊടുക്കില്ലെന്ന്. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളെങ്കിലും കരഞ്ഞു വന്ന് വിഷമം പറഞ്ഞ് നമ്മളെ നിന്ന് ഒരു 1000 രൂപയോ 2000 രൂപയോ കുറച്ച് പൊന്നോ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 1000 കഥ പറഞ്ഞാൽ പോലും ആ പൈസ തിരിച്ച് കിട്ടില്ല എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കണം. അങ്ങനെ ബ്രൂണോയും നമ്മുടെ പി അജീഷും കൂടെ ഒരു റൂം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കിടക്കുകയാണ്, വെള്ളം അടിച്ചിട്ട് കിടക്കുകയാണ്. അങ്ങനെ പി അജീഷ് കിടക്കുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പി അജീഷിനെ ബ്രൂണോ കഴുത്തിൽ വല്ല തുണിയും കെട്ടി കൊല്ലുമെന്നാണ് വിചാരിച്ചാൽ. ഉടനെ ബ്രൂണോയ്ക്ക് ഭയങ്കര വിഷം വരെയാണ്. കാര്യം സ്റ്റെഫി മോൾ പറഞ്ഞാണ്, നീ ഒരു ചേട്ടനാണോടാ, ഞാൻ വളർന്നു പറഞ്ഞ് നീ നോക്കിയോടാ, പാർട്ടി എന്ന് പറഞ്ഞ് കളിച്ച് നിൻ്റെ ദേഹം അനങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബ്രൂണോയുടെ മനസ്സിൽ ഓരോരോ ചിന്തകളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം കുത്തി അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ പാർട്ടി അവനെ ഒഴിവാക്കി. കാര്യം ഇവൻ്റെ ഈ ബ്രൂണോയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലൊക്കെ റൈസ് ചെയ്യും. കാര്യം എനിക്ക് എന്ത് വന്നാലും എൻ്റെ പാർട്ടിയുണ്ട്, എൻ്റെ പാർട്ടിനെ രക്ഷിക്കും, താൻ എന്ത് ചെയ്യണം പോടോ എന്നൊക്കെ പറഞ്ഞ് സകല നാട്ടുകാരെ എല്ലാവരെയും അത്രത്തോളം വെറുപ്പിച്ചൊരു ബ്രൂണോ എന്നൊരു ക്യാരക്ടറാണ് ബ്രൂണോയുടേത്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. കാര്യം നമുക്ക് എന്ത് പ്രശ്നമായാലും പാർട്ടി ഉണ്ടറാ എന്നൊക്കെ പറയും. അവസാനം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പാർട്ടിയിലോ ഒന്നുമില്ല.
എന്നൊരു അവസ്ഥയോടെ കാണിച്ചു തരുന്നു. നമ്മളെപ്പോഴും പാർട്ടിയുടെ പിന്നാലെ പോകരുത് എന്നതും കൂടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ പിന്നാലെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കുറേ അടി, ലാത്തിയടി, വെള്ളടി അല്ലാതെ ഒന്നും കിട്ടുന്നില്ല. മീൻസ് വെള്ളടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിന്ന് വെള്ളടിക്കില്ല, അതാ സംഭവമാണ്. അങ്ങനെ ആ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും PP അജേഷ് ഉറക്കമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് PP അജേഷ് വെള്ളം അടിച്ച് കിടന്നുറങ്ങുന്നു. തൊട്ടപ്പുറത്ത് ബ്രൂണോ സങ്കടങ്ങൾ സഹിക്കുക വയ്യാതെ ബ്രൂണോ ഒരു സ്റ്റൂൾ വെച്ചിട്ട് നേരെ ഫാൻ ഓഫ് ചെയ്തതിന് ശേഷം അതിലൊരു കയറിട്ടിട്ട് കഴുത്തിലിട്ടതിന് ശേഷം ജയ് ഹിന്ദ് അങ്ങനെ എന്തോ അല്ലേ, ജയ് ഹിന്ദോ ലാൽ സലാം അങ്ങനെ എന്തോ ആണ് വിളിക്കുന്നത് സുഹൃത്തുക്കളെ. എന്തോ ഒന്ന് വിളിക്കും, കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് കാണിക്കില്ല, ലാൽ സലാം എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റൂളിനെ ചവിട്ടി നീക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും PP അജേഷ് പിടിച്ചിട്ട് എന്താടാ കാണിക്കണ, എൻ്റെ പൊന്നും കൊണ്ട് നിൻ്റെ പെണ്ണ് പോയി, എൻ്റെ പൊന്നും കൊണ്ട് നിൻ്റെ പെങ്ങൾ പോയി, ഇത് നീ ഇവിടെ കിടന്ന് തൂങ്ങിയതിന് ശേഷം വേണ്ട ഞാൻ കിടന്ന് ആത്മഹത്യ ചെയ്യാനോടാ, നീയൊക്കെ എന്താടാ കാണിക്കണാവും എന്നൊക്കെ പറഞ്ഞിട്ട് എടാ നമ്മുടെ കാരണവന്മാരായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല, നമ്മളെന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയാണ്. നീയൊക്കെ പിഴയ്ക്കും എന്നൊക്കെ എന്നുവെച്ചാൽ ബേസിൽ പറയണം. എടാ ഞാനല്ലേടാ തൂങ്ങി മരിക്കണ്ട, എൻ്റെ പൊന്ന് പോയി, എന്നെ വിശ്വസിച്ച ആൾക്കാർ പോയി, ഏതാടാ ഞാനല്ലേടാ ആത്മഹത്യ ചെയ്യേണ്ടത്, എന്നിട്ട് നീ ആണോടെ കയറി തൂങ്ങണം എന്ന് പറയാണ്. നീയൊന്നും സത്യം പറഞ്ഞ ജീവിതം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് PP അജേഷിൻ്റെ ഒരു മാസ് ഡയലോഗ് തന്നെയാണ്. ഇമോഷണൽ എല്ലാം പറയണം. നീയൊന്നും ജീവിതം കണ്ടിട്ടില്ല, നീയൊക്കെ പിച്ചാത്തേലേ എടുത്തിട്ടുള്ളൂ, എന്താണ് ജീവിതം നീയൊക്കെ അറിയണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ ഈ ജ്വല്ലറിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഒരു 3 ദിവസത്തിനുള്ളിൽ ഈ സ്വർണ്ണവും പൊന്നും പണവും എന്ന് വെച്ചാൽ ഈ അവർ ഇല്ലീഗലായിട്ടാണ് കൊടുക്കുന്നത് ഈ സ്വർണ്ണം. അവർക്ക് കേസോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റില്ല, ഇത് ഇല്ലീഗൽ സ്വർണ്ണമാണ്, മനസ്സിലായ എന്ന് വെച്ചാൽ അതിൽ ബില്ലോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലീഗൽ സ്വർണ്ണമാണ്. അപ്പോൾ അവർക്കത് പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തേ പറ്റൂ. അപ്പോഴത്തേക്കും ഇത് 3 ദിവസവും 4 ദിവസമൊക്കെ ആകുമ്പോൾ ഇത് 5 ദിവസം ആയിട്ട് ബേസിൻ്റെ കാണാനില്ല. അപ്പോഴത്തേക്കും ഈ ബേസിൽ എവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് ഈ സ്വർണ്ണക്കടയിലെ മോൻ വരെയാണ്, അവൻ്റെ അച്ഛൻ്റെ മോൻ വന്നതിന് ശേഷം ഇവനെ കണ്ടതിന് ശേഷം ഒരൊറ്റ ആടി അങ്ങ് PP അജേഷിൻ്റെ കവാല കുറ്റിക്ക് ഒരൊറ്റ അടി അടിച്ചിട്ട് കൊടുക്കും. ഉടനെ പറയണേ ഇടാടാ അടിക്കാൻ വരട്ടെ, ഞാൻ പറയണ കേള്, ഇന്ന സ്ഥലത്താണ് പ്രശ്നം പറ്റിയത് എന്നെല്ലാം കൺവിൻസ് ചെയ്ത് പറയുകയാണ്. ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്, അവൾക്ക് സ്വർണ്ണം തരാതെ അവൾ നേരെ ഈ സ്ഥലത്താണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എടാ ഈ സ്ഥലത്താണ് വന്നത്, ഈ സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവർ കൺവിൻസ് ചെയ്യാൻ ശേഷം PP അജേഷിൻ്റെ ചെവുകുറ്റിയിൽ തടവിന് ശേഷം എന്നാ പൈസ ഇത് വെച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ പണം എന്ന് വെച്ചാൽ പണം കൊടുത്ത സ്വർണ്ണക്കടയിലെ മകൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ PP അജേഷ് കരഞ്ഞുകൊണ്ട് പറയാണ് ഒരടി കിട്ടിയെങ്കിൽ എന്താ, അവന് കൺവിൻസ് കാര്യം പറയാൻ കിട്ടിയല്ലോ, ഒരു അവസരം 2-3 ദിവസം കൂടെ നീട്ടി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് PP അജേഷ് നിൽക്കുകയാണ്. അങ്ങനെ അത്രത്തോളം ഇതായതിനു ശേഷം നേരെ PP അജേഷ് സ്റ്റെഫി മോളെ അടുത്തേക്ക് പോവുകയാണ്. സ്റ്റെഫി മോളെ അടുത്ത് പോയതിന് ശേഷം സ്റ്റെഫി മോളെ അടുത്തായ നേരെ അമ്പാൻ്റെ അടുത്ത് പോവുകയാണ്. അമ്പാൻ്റെ അടുത്ത് പറയണം നമുക്കിന്ന് കൂടണ്ടേ, നമുക്കിന്ന് വെള്ളമൊക്കെ അടിക്കണ്ടേ എന്ന് പറയണം. മിലിറ്ററി സാധനം ഉണ്ടെന്ന് പറയണം. അങ്ങനെ മിലിറ്ററി സാധനം കിട്ടാൻ വേണ്ടി ബ്രൂണോ, PP അജേഷ്, പിന്നെ അമ്പാൻ, ഇവർ 3, 4, 5 പേരും കൂടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും PP അജേഷ് അമ്പാൻ്റെ ഷർട്ട് കയറി പിടിക്കും. നിനക്ക് ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് കട്ട കയറി പിടിക്കുകയാണ്. കട്ട കയറി പിടിക്കുമ്പോഴത്തേക്കും PP അജേഷ് പറയുന്നൊരു വാക്കുണ്ട്, എടാ PP അജേഷ് എത്രത്തോളം അടിച്ചാലും ഈ തലയ്ക്ക് താഴോട്ടേ ഫിറ്റ് ആവുള്ളൂ, തലയ്ക്ക് മേലോട്ട് ഒരിക്കലും ഫിറ്റ് ആവില്ല. അപ്പോഴത്തേക്കും ഈ അമ്പാൻ്റെ ശരീരത്തിൽ പിടിച്ചത് അറിഞ്ഞുകൊണ്ടാണ് എന്ന് അമ്പാന് പിന്നീട് മനസ്സിലാവുകയാണ്. അങ്ങനെ അമ്പാൻ രാവിലെ ആകുമ്പോഴത്തേക്കും സ്റ്റെഫി മോളെ പിടിച്ച് നിർത്തും. മോളെ നീ പഠിച്ചിട്ടേ കൊള്ളല്ലേ, ഞാൻ പഠിച്ചിട്ടേ കൊള്ളയാണ്, നീ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് വന്ന് നീ അവൻ്റെ പേരെന്താ PP അജേഷ്, നിൻ്റെ അമ്മയെ വിളി, PP അജേഷ് ആരെന്നറിയട്ടെ. അപ്പോഴത്തേക്ക് അമ്മ പറയും അത് നമ്മുടെ നെഞ്ഞ് കട്ട് ചെയ്യാണ്. അടുത്ത് PP അജേഷ് ആരാ, അത് അളിയൻ്റെ കുഞ്ഞമ്മയുടെ മാമൻ്റെ അങ്ങനെ അത് കട്ട് ആവുകയാണ്. അപ്പോൾ പറയണത് PP അജേഷും നീയും തമ്മിൽ എന്താ ബന്ധം, ടെൽ മീ അബൌട്ട് യോ എന്ന് പറഞ്ഞിട്ട് അമ്പം കയറി കലിപ്പുണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും സ്റ്റെഫി മോൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതെ സ്റ്റെഫി മോൾ സത്യങ്ങൾ തുറന്ന് പറയുകയാണ്, ഇതെൻ്റെ പൊന്നല്ല, ഇത് അവൻ്റെ പൊന്നാണ്, പൊന്നിൽ കുറച്ച് പ്രശ്നമുണ്ട്. അങ്ങനെ ഈ 12 പാവം പൊന്ന് അവന് തിരിച്ചു കൊടുക്കണമെന്ന് അമ്പാൻ കട്ടയ്ക്ക് കലിപ്പായതിന് ശേഷം അവളെ അടിക്കാൻ പോകേണ്ടി ഓങ്ങുകയാണ്. അങ്ങനെ ലാസ്റ്റ് അമ്പാൻ്റെ അമ്മയൊക്കെ വരെയാണ്, പൊന്നൊന്നും ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയും കലിപ്പുണ്ടാവുകയാണ്. അങ്ങനെ നേരെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അമ്പാൻ പറയാണ് എനിക്ക് നിന്നെ കാണണം, അതും വെളുപ്പിന് 3 മണിക്ക് വാ, കായലിൻ്റെ അടുത്ത് വാ, ഞാൻ കാണും. അങ്ങനെ PP അജേഷ് കാണാൻ പോകണം. അങ്ങനെ അമ്പാൻ PP അജേഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് PP അജേഷ് ഷർട്ട് വലിച്ച് കീറിയിട്ടുണ്ട്. അങ്ങനെ പുതിയ ഷർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അമ്പാൻ മാസമായിട്ട് അതിനെ കത്തിച്ച് കളഞ്ഞിട്ട് പറയാണ്, എടാ അതെൻ്റെ പൊന്നാ, എനിക്ക് സ്ത്രീധനം കിട്ടിയ പൊന്നാ, അത് ഞാൻ തരില്ല. അപ്പോഴത്തേക്ക് PP അജേഷ് പറയണം, നിൻ്റെ പൊന്നോ, നിനക്ക് സ്ത്രീധനം കിട്ടി, അത് എൻ്റെ പൊന്നാടാ, ഞാൻ മേടിക്കും നിൻ്റെ കയ്യിൽ നിന്ന്, എന്താ നീ മേടിക്കടാ എന്ന് പറഞ്ഞിട്ട് അമ്പാനാണെങ്കിൽ ഒരു ചെറിയ കത്തി എടുത്തിട്ട് ഒരൊറ്റ കുത്തുകയാണ് വയറ്റിൽ. അപ്പോഴത്തേക്കും PP അജേഷ് അവിടെ വീഴുകയാണ്. PP അജേഷ് വീണിട്ട് പോലും
ആ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. പി പി അജേഷ് അവിടെ വീണിട്ട് പോലും ഒന്ന് കരയാനോ ഒന്ന് നിൽക്കാതെ കൂ കൂ ഇത്ര ഉള്ളൂടാ നീ എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും കയറി വരും. പി പി അജേഷ്ടാ പി 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 അജേഷ് എന്ന് പറഞ്ഞുകൊണ്ട് പി പി അജേഷ് പറയണം. അങ്ങനെ നേരെ അമ്പാൻ കപ്പലിൽ തുഴഞ്ഞ് നേരെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഷെഫിമോൾ കാണുകയാണ് പിച്ചാത്തിയിൽ ചോര. ഷെഫിമോൾ പറയാണ് ഇത് അവൻ്റെ പൊന്ന്, അവന് കൊടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഷെഫിമോൾക്ക് അത്രത്തോളം ഇത് വരും, ഇത് സങ്കടം സഹിക്കുക വയ്യ. ഷെഫിമോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ബസ്സിൽ കയറി നിൽക്കുമ്പോഴത്തേക്കും ബസ് എടുത്തതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോഴത്തേക്കുമാണ് ആ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. അമ്പാൻ വന്ന് നേരെ ഡോറൊക്കെ തുറന്നതിന് ശേഷം എവിടെ പോകണേ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് നേരെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഈ സ്റ്റെഫിമോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചത് അമ്പാൻ്റെ അച്ഛനാണ്. തിരിച്ച് ലാസ്റ്റ് കലിപ്പുണ്ടാക്കിയിട്ട് നേരെ അവളെ റൂമിൻ്റെ അകത്ത് കൊണ്ട് പൂട്ടിയിടുകയാണ്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ബ്രൂണോ വന്നിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ, ഇവൾക്ക് അമ്മയെ കാണണം, അങ്ങനെ ഞാൻ കൊണ്ടുപോവുകയാണെന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് അമ്പാൻ പറയണം നീ കൊണ്ടുപോയിക്കോ. അപ്പോൾ സ്റ്റെഫിമോൾ പറയണം ഞാൻ പോവുകയാണ്. അങ്ങനെ സ്റ്റെഫിമോൾ എല്ലാ സ്വർണ്ണങ്ങളും എടുത്ത് കയ്യിലും കാലിലൊക്കെ ഇടുമ്പോഴത്തേക്കും അമ്പാൻ അതൊക്കെ ഊരി വെച്ചിട്ട് ഇനി നീ പോയിട്ട് പോവേ എന്താ വേണമെന്ന് ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പെണ്ണല്ല അമ്പാന് വേണ്ടത്, പൊന്നാണ് എല്ലാവർക്കും വേണ്ടത്. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ശ്രീധനം നോക്കി കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്രീധനം വേണമെന്നാണ്. അല്ല, പെണ്ണല്ല വേണ്ടത്, പൊന്ന്. ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ മാറി എന്ന് വേണം പറയാൻ. ഇന്ത്യൻ റുപ്പി സിനിമ നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും. അതിൽ പറഞ്ഞു കേട്ടൊരു പൊന്നും പണം ചോദിക്കുമ്പോഴത്തേക്കും തിലകൻ പറയുന്നുണ്ട് എന്ന്. പൊന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടോ? വിശന്ന് വലഞ്ഞ് വന്ന എനിക്കൊരു നേരത്തെ ആഹാരം തന്ന അതാണ് ഏറ്റവും വലിയ പൊന്ന് എന്ന് പറഞ്ഞ് ഒരു മാസ് ഡയലോഗുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴും മാറ്റങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് മാറ്റങ്ങളുണ്ടാവട്ടെ. സോ ഗൈസ്, അങ്ങനെ ബ്രൂണോയുടെ സഹോദരി നമ്മുടെ ഷെഫിമോളും വരികയാണ്. ബ്രൂണോയും ഷെഫിമോളും വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ നേരെ പി പി അജേഷിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. പി പി അജേഷ് അവിടെ ഇല്ല. വളരെ സാധാരണക്കായ വീട്. പി പി അജേഷിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോകുമ്പോൾ അമ്മയും സഹോദരിയും കല്ല് ചുമക്കൽ പരിപാടിയാണ്. അങ്ങനെ അതുമായിട്ട് അങ്ങനെ വിഷമത്തിൽ ഇവർ രണ്ടുപേരും തിരിച്ചു വരികയാണ്. പി പി അജേഷിനെ കാണാനില്ല. അങ്ങനെ കുറേ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും പി പി അജേഷ് തിരിച്ചു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പാനാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ വെള്ളത്തിൽ കിടന്നിട്ട് ഈ താറാവിനൊക്കെ പിടിച്ചിങ്ങനെ എടുക്കും, മനസ്സിലായി? അതിൻ്റെ ഒരു വലിയ കോമ്പറ്റീഷനൊക്കെയാണ് അവിടെ നാട്ടിലൊക്കെ. അങ്ങനെ അത് എടുക്കാൻ പറ്റാതെ ആകുമ്പോഴത്തേക്കും പി പി അജേഷ് കൂവി വിളിക്കണം, കൂ കൂ കൂ. അങ്ങനെ അത്രത്തോളം ദേഷ്യത്തിൽ വന്ന് നീ ചത്തില്ലടാ, അങ്ങനെ ചാവൂലടാ, നീ കൊന്നിട്ട് നീ എൻ്റെ റീത്ത് വെച്ചിട്ട് അവിടെ കല്ല് വെക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി എണീറ്റ് വരടാ പി പി അജേഷ് എന്ന് പി പി അജേഷ് പറയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അമ്പാൻ ദേഷ്യത്തിൽ പോവുകയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകണം. കാര്യം അജേഷ് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ സ്വർണ്ണം എടുത്തിരിക്കും, അത് നിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ ഞാൻ ഈ സ്വർണ്ണം കൊണ്ടുപോകും എന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം പി പി അജേഷ് അമ്പാൻ നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് സ്റ്റെഫിമോൾ അവിടെ നിൽക്കുന്നു. സ്റ്റെഫിമോൾ അടുത്ത് പറയാണ് നമുക്ക് നേരെ ഉത്സവം ഇത് കാണാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിലെ ഉത്സവം ഉണ്ട്, കാണാൻ പോകുമ്പോഴത്തേക്കും ഇവർ ഈ അമ്പാൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചുറപ്പില്ലാത്ത വീടാണ് കേട്ടോ. അപ്പോഴത്തേക്കും അമ്പാൻ്റെ അമ്മ പറയാണ് എടാ നമ്മൾ പോണത് പള്ളിയിലെ ഉത്സവത്തിനാണ്, അവളാ കയ്യിലൊക്കെ ഉള്ള ജ്വല്ലറിയൊക്കെ എടുത്ത് ഇട്ടുകൊടും, ആഭരണങ്ങളൊക്കെ എടുത്ത് ഇട്ടുകൊടും, നാട്ടുകാർ കാണട്ടെ, അല്ലെങ്കിൽ നമ്മളെല്ലാം കൊണ്ട് വിറ്റെന്ന് വിചാരിക്കും എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സ്റ്റെഫിമോൾ പറയാണ് അത് ചോര പൊഴിഞ്ഞത്, അതെൻ്റെതല്ല, അതെനിക്ക് വേണ്ട, ഞാൻ ഇടില്ല എന്ന് പറയാണ്. അത്ര വാശിയാണെങ്കിൽ നീ ഇടണ്ടടി എന്ന് അമ്പാൻ പറയാണ്. പക്ഷേ അമ്പാനാണെങ്കിൽ എന്നിട്ട് ഇവരെല്ലാവരും കൂടെ നേരെ കപ്പലിൽ കയറി നേരെ തുഴഞ്ഞ് നേരെ പള്ളിയിൽ വരികയാണ്. പള്ളിയിൽ വരുമ്പോഴത്തേക്കും പള്ളിയുടെ നടുക്കെത്തിയിട്ട് എന്ന് വെച്ചാൽ പള്ളിയുടെ നടുക്കെത്തുമ്പോഴത്തേക്കും അവർ കയറി വരാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ബേസിൽ നിൽക്കുകയാണ്. ബേസിൽ പറയാണ് എൻ്റെ പൊന്നെവിടെടാ, ഇവിടെ കഴുത്തിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്പാൻ പറയാണ് അതൊന്നും നിനക്കറിയണം എന്തിനാടാ. അപ്പം ബേസിൽ പറയാണ് എന്തായാലും അടച്ചുറപ്പുള്ള വീട്ടിൽ എന്തായാലും നീ അത് വെച്ചേക്കില്ല, അത് നിൻ്റെ മടിയിലുണ്ട് എൻ്റെ പൊന്ന്, നിൻ്റെ കൈ കൊണ്ട് ഞാൻ മേടിക്കും, നിൻ്റെ കയ്യിൽ ഞാൻ പിടിച്ച് വാങ്ങൂലടാ, നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുക്കും എന്ന് പറയാണ്. നേരെ ഇവരെല്ലാവരും കൂടെ നേരെ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് സ്റ്റെഫിമോൾക്ക് ഒരു അനുകമ്പ, ഒരു പ്രണയം, ഒരു വിഷമം, ഒരു സങ്കടം. കാര്യം സ്റ്റെഫിമോൾക്ക് ഒരിക്കലും ഈ അമ്പാനെ ഇഷ്ടപ്പെടുന്നില്ല. അത്രത്തോളം ക്രൂവൽ മൈൻഡ്, ഭയങ്കര ദേഷ്യമൊക്കെയാണ്. പിന്നെ പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്ന് മാത്രം മതി, സ്റ്റെഫിമോളെ വേണ്ട. അതാണ് ഏറ്റവും വലിയ റിയാലിറ്റി. കാര്യം പെണ്ണല്ല വേണ്ട, അവർക്ക് വേണ്ട സ്വർണ്ണം മാത്രമാണ്. കാര്യം അമ്പാന് രണ്ട് സഹോദരിമാരുണ്ട്. അപ്പോൾ ഇവർ ഈ പൈസ കിട്ടിയിട്ടോണം ഈ 25 പാവം കിട്ടിയിട്ടോണം അവർ രണ്ടുപേർക്കും അങ്ങനെ കെട്ടിച്ചുവിടാം. ആ മൈൻഡാണ്, അല്ലാതെ അമ്പാന് പെണ്ണ് വേണമെന്നൊന്നും ഒരു മൈൻഡും ഇല്ല. പിന്നെ നമ്മളിതിൽ ഏറ്റവും പിന്നെ ഇതിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്റ്റെഫിമോൾ എല്ലാവരും കയറി പോകുമ്പോൾ സ്റ്റെഫിമോൾ ബേസിൻ്റെ അടുത്ത് വന്നിട്ട് പറയും നിൻ്റെ ശരീരത്തിൽ മണ്ണ് വീഴാൻ നീ നോക്കണമെന്ന്. അപ്പോൾ ബേസിൽ പറയണം എൻ്റെ ശരീരത്തിൽ മണ്ണ് വീണ് നിനക്കെന്താ കുഴപ്പം. അപ്പോൾ ബേസിൽ പറയാണ് ഞാൻ വരും, പള്ളിയിൽ
പള്ളിയിൽ ഉത്സവം കഴിഞ്ഞിട്ടായാലും നീ ഇവിടെ കാണുമോ ഇല്ലെന്ന് അറിഞ്ഞൂടെ, ഞാൻ എന്തായാലും വരുമെന്ന് പറയും. അങ്ങനെ നേരെ ബേസിലാണെങ്കിൽ അവിടെ നേരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പാൻ സ്റ്റെഫിമോള് അവരെ കുടുംബം എല്ലാം ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും ഈ കുടുംബങ്ങളെല്ലാവരും കൂടെ പള്ളിയിൽ ഉത്സവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മുടെ പി അജേഷ് നേരെ പോണത് അമ്പാൻ്റെ ചെമ്മീൻ കെട്ടാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതാണ് ഞാൻ സസ്പെൻസ് ആയിട്ട് വെച്ചത്. ചെമ്മീൻ കെട്ടുണ്ട്. ഈ ചെമ്മീൻ കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസ ഉള്ളതാണ്. കാര്യം അവിടെ എങ്ങനെ പോയാലും ഇഷ്ടംപോലെ മീനുണ്ട്, 10,000 മീനുണ്ട്. അത് ഈ ചെമ്മീൻ കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പവന് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 10 ലക്ഷത്തിന് പുറത്ത് തന്നെ ഉണ്ട്. 10 ലക്ഷത്തിന് പുറത്തെ ചെമ്മീൻ കെട്ടാണ് ഉള്ളത്. ബേസിന് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ലക്ഷമാണ്. അപ്പോഴത്തേക്കും ബേസിൽ വിളിക്കുകയാണ്, ഹലോ പി അജേഷടാ. അപ്പോഴത്തേക്ക് അമ്പു ചോദിച്ചു, എന്താടാ? നിൻ്റെ ചെമ്മീൻ കെട്ടിൽ ഞാൻ ഉണ്ട്, നീ ഇപ്പം വന്നു കഴിഞ്ഞാൽ നിൻ്റെ ചെമ്മീൻ കെട്ടിൽ നിനക്ക് കൊണ്ടു, ഇല്ലെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് അങ്ങ് തുറന്നങ്ങ് അതിൻ്റെ കായലിലങ്ങ് വിടും. ഞാനൊരു സാമ്പിൾ വെടിക്കെട്ട് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് പി അജേഷ് ഒരെണ്ണത്തിന് അങ്ങ് പൊക്കി കൊടുക്കും. അപ്പോഴത്തേക്ക് കുറേ ചെമ്മീന് അങ്ങനെ എല്ലാ ചെമ്മീനും കടകട അങ്ങനെ ഒരു കെട്ട് പോവുകയാണ്. ഉടനെ അമ്പായി വരാന്ന് പറഞ്ഞ് ഓടി വരെയാണ്. നേരെ ചെമ്മീൻ കെട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് താടാ എന്ന് പറഞ്ഞ് പി അജേഷ് ചോദിക്കുകയാണ്. ഉടനെ അമ്പാൻ പറയും, തുറക്കരുത്, നീ എൻ്റെ പൊന്നെറിഞ്ഞ് കാടാ. അങ്ങനെ നേരെ പൊന്നെറിഞ്ഞ് കൊടുക്കുന്നു. അങ്ങനെ പി അജേഷ് പൊന്നും കൊണ്ടുപോകുമ്പോഴത്തേക്ക് അമ്പാൻ നേരെ ചെമ്മീൻ കെട്ട് ചവിട്ടി താത്തതിന് ശേഷം രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ്. ഈ ഫൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രധാന പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഫൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച് പറത്തലോ ഇടിച്ച് പറപ്പിക്കലോ അവിടെ പറന്നു വരും അങ്ങനത്തെ ഒന്നുമില്ല. ഒരു സാധാരണ നോർമൽ ജീവിതത്തിൽ ആൾക്കാർ നമ്മൾ തമ്മിൽ തല്ലുമല്ലേ, ഇപ്പം കമന്ന് കിടന്ന് ഉരുളും ചെളി കിടന്ന് ഉരുളും, അതൊക്കെ തന്നെയാണ് ഇതിൽ നടക്കുന്നത്. കാര്യം ഇത് നടന്ന കഥയായതുകൊണ്ട് ഒരിക്കലും അവർക്ക് കുറച്ചുകൂടെ വേറെ രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. മീൻസ് പറന്ന് വന്ന് ഇടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഈ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈറ്റ് നടന്നതിന് ശേഷം അമ്പാൻ്റെ സ്വർണം മേടിക്കുന്നു. നേരെ ആദ്യം അമ്പാൻ്റെ കയ്യിൽ നിന്ന് നേരെ പി അജേഷ് മേടിക്കുന്നു. അജേഷിനെ നേരെ ഇവർ മേടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കടകം എന്നും പറഞ്ഞ് ഈ അടി തന്നെ അടി ഇത് തന്നെ. അവസാനമാകുമ്പോഴത്തേക്കും ഈ ഇതുണ്ടല്ലോ, ഈ നമ്മുടെ അമ്പാൻ്റെ ചെമ്മീൻ കെട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ ഒരു മെഷീനുണ്ട്. ഈ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ ഇതുണ്ടല്ലോ, നമ്മൾ ഞാൻ പറഞ്ഞു തരാം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ വൈക്കോലൊക്കെ ഉണ്ടല്ലോ, വൈക്കോലൊക്കെ ഇങ്ങനെ കറക്കി അടിക്കുന്നതാണ്, മനസ്സിലായ? ഒരു മെഷീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ കാലഘട്ടത്തുള്ളതാണ്. നമ്മൾ ഈ വെള്ളത്തിൻ്റെ മേളിൽ നിങ്ങൾ ചവിട്ടുമല്ല, അറിയാമോ? ഇങ്ങനെ അങ്ങനത്തെ ഒരു മെഷീൻ പോലെയാണ്. ഈ മെഷീൻ്റെ ഇടയിൽ ഇവർ തമ്മി നേരെ ഈ അമ്പാൻ്റെ കൈ അതിൻ്റെ ഇടയിലാവും. ഈ കൈ ഇടയിലാകുമ്പോഴത്തേക്ക് അവിടെ ഇറുമ്പോഴത്തേക്ക് കയ്യിൽ പൊന്നും ഇരിക്കും, മനസ്സിലായ? അമ്പാൻ്റെ കയ്യിലാണ് അപ്പോൾ പൊന്നുള്ളത്. ഉടനെ പി അജേഷ് ഉടനെ വന്ന് പി അജേഷ് ദേഹം മൊത്തം ചെളി, രണ്ടൊരു ദേഹത്തിന് ചെളിയാണ്. ഉടനെ പി അജേഷ് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ പൊന്നിങ്ങനെ എടുക്കുകയാണ്, മനസ്സിലായോ? ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ പൊന്നിങ്ങനെ എടുക്കുകയാണ് അജേഷ്. അപ്പോൾ അജേഷ് പറയാണ്, ഞാൻ പറഞ്ഞില്ലടാ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കുമെന്ന്, ഞാൻ പറഞ്ഞില്ലടാ. അപ്പോഴത്തേക്കും അതാണ് ഒരു മാസം എന്ന് പറഞ്ഞാൽ, മനസ്സിലായ? ഇപ്പോൾ പി അജേഷിന് വേണമെങ്കിൽ ആരും കാണാതെ നേരെ വീട്ടിൽ ചെന്ന് മോട്ടിക്കുക. പിന്നെ അപ്പോൾ സ്റ്റെഫി എടുത്ത് പറഞ്ഞാൽ സ്റ്റെഫി പിന്നെ എടുത്ത് തരാനുള്ള അവസ്ഥയിലായി. സ്റ്റെഫി എടുത്ത് തരാം എന്നുള്ള മൈൻഡായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നല്ലല്ലോ, കാര്യം എൻ്റെ പൊന്ന് കാരണം അവ എത്രത്തോളം സങ്കടപ്പെട്ട് അങ്ങനെ എടുത്ത് തരാനുള്ള അവസ്ഥയായി. പക്ഷേ പി അജേഷ് ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം. പി അജേഷ് ഒരു കോൾ വിളിച്ചാൽ ലക്ഷങ്ങൾ വരും. അതാണ് പി അജേഷ് ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ഒരു അഭിമാനം, മനസ്സിലായ? അങ്ങനെ നമ്മുടെ സാധാരണക്കാരായ ഒരുപാട് പേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പോലും, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മളൊരു കോൾ വിളിച്ച് കഴിഞ്ഞാൽ മേശപ്പുറത്ത് ലക്ഷങ്ങൾ വരും. കാര്യം അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ ഗ്യാരണ്ടി, അതാണ് 100% ഗോൾഡ്. അതാണ് സംഭവം ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പി അജേഷ് അവൻ്റെ കൈ കൊണ്ട് എടുത്തതിന് ശേഷം പറഞ്ഞില്ലടാ അജേഷ് എന്ന് പറഞ്ഞിട്ട്, അതും വെറും അജേഷാടാ പി അജേഷാ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് 3 ഇടിയൊക്കെ ഇടിക്കും, സ്വന്തമായിട്ട് ഇടിക്കും. നമ്മളിങ്ങനെ പി അജേഷ് ഞാൻ സ്വയം പറയും ആകാശടാ സോഗേസ്. അതുപോലെയാണ് പി അജേഷ് എന്ന് പറഞ്ഞതിന് ശേഷം ബേസിൽ നേരെ അടുത്ത് വഞ്ചിക്കട്ടി നിന്ന് നേരെ പോകാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഈ അമ്പാൻ്റെ ഫ്രണ്ട്സൊക്കെ വരെയാണ്, എടാ എന്ന് പറഞ്ഞ് കൂവി വിളിച്ചുകൊണ്ടൊക്കെ വരെയാണ്. ഉടനെ ദേഷ്യത്തിൽ ബേസിൽ പി അജേഷ് വാടാ എന്ന് വിളിക്കുമ്പോഴത്തേക്കും നേരെ ബ്രൂണോ അതുവഴി കപ്പൽ തുഴഞ്ഞിട്ട് വരെയാണ്, നീ പൊക്കോടാ എൻ്റെ പെണ്ണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരി സ്റ്റെഫി പറഞ്ഞത് എൻ്റെ ദേഹം അനങ്ങുന്നില്ലെന്നല്ലേ, യുവമാരുടെ കാര്യം ഞാനായിട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പോന്നളിയ ബ്രൂണോ അങ്ങോട്ട് കയറിയ ബ്രൂണോ അടിക്കുകയാണ്. അങ്ങനെ നേരെ പി അജേഷ് വള്ളം എടുത്തിട്ട് തുഴഞ്ഞ് പോയാണ്. കാര്യം എന്താണ്? സ്റ്റെഫി എടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞ് പള്ളിയിൽ, ഞാൻ വരുമെന്ന് നിന്നെ കാത്ത്. അങ്ങനെ നേരെ പി അജേഷ് പോകുമ്പം സ്റ്റെഫി അവിടെ കാണുമോ ഇല്ലയോ? പറ ഉത്തരം പറ, അല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് പറയല്ലേ. സുഹൃത്തുക്കളെ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. പി അജേഷ് നേരെ തുഴഞ്ഞ് നേരെ പള്ളിയിൽ ചെല്ലുമ്പോഴത്തേക്കും പള്ളി മാത്രമുണ്ട്. അവിടെ ഒരു മനുഷ്യയില്ല, കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ആരുമില്ല.
നേരെ PP അജേഷ് ഫ്രണ്ടിലേക്ക് നടന്ന് മുന്നോട്ട് പോകുമ്പോൾ സ്റ്റെഫി സുഹൃത്തുക്കളെ സ്റ്റെഫി അവിടെ നിൽക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ സ്റ്റെഫിയെ കാണുകയാണ്. അപ്പോൾ സ്റ്റെഫി വേറെ PP അജേഷ് ചോദിക്കുകയാണ്, നീ പോയില്ലേ? നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ചില സിനിമകളൊക്കെ കാണും പോലെ ഇനിയിപ്പോൾ എന്താ പരിപാടി?